1921 മുമ്പുള്ള കേരളത്തിലെ മുസ്ലിങ്ങളായി ജീവിച്ച ആളുകളെ കുറിച്ച് അവർ ശിർക്ക് ചെയ്തിട്ടുണ്ട്, അള്ളാഹിനോട് ആരാധിച്ചിട്ടുണ്ട്. ജാറങ്ങളുണ്ടായിരുന്നു, ജാറ വ്യവസായങ്ങളുണ്ടായിരുന്നു, അള്ളാഹത്ത് നേർച്ചയാക്കിയിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ഉദുറുമ്പിൽ ജഹിലുണ്ട് എന്നതുകൊണ്ട് അവരെ മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ? ഈ വാളൊക്കെ കേരളത്തിൽ മുജാഹിദുകൾ നടത്തിയിട്ടും എന്താ പറയുന്നത്? ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർക്ക് ഉദുറുമ്പിൽ ജഹിലുണ്ട്, അവരെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കാമെന്നല്ലോ. എന്നാൽ നമ്മളൊന്ന് പരിശോധിക്കുക. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫത്താവ 14-ാം വാള്യം 282-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ അറബി വായിക്കുന്നില്ല, സമയം കുറവുള്ള ചുരുക്കുകയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കുകയില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരുത്തൻ അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനല്ല. അബ്ദുൽ ഖാദർ ജീലാനിയെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, റിഫായി ശേഖയെ കാക്കണേ, മമ്പർത്ത് തങ്ങളെ കാക്കണേ, കൊടുങ്ങാട്ടപ്പാപ്പയെ കാക്കണേ, നാഗൂർ ഔലിയെ കാക്കണേ എന്നൊരുത്തൻ പറയുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനെ ആരാധിച്ചവനല്ല. കാരണം എന്താ? മക്കയിലെ മുശ്രിക് അത്യാവൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തവനാണ്. കടലിൽ അള്ളാഹുവിനെ മാത്രമേ അവൻ വിളിച്ചിട്ടുള്ളൂ. കരയെന്ന് വിളിക്കുന്ന ആരെയും അവൻ കടലിൽ വിളിച്ചിട്ടില്ല. അല്ലാത്ത കരയിലെത്തുമ്പോ ചെറിയ കേസിൽ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു. പക്ഷേ അവൻ മുസ്ലിമാണോ? അല്ല. അള്ളാഹു അല്ലാത്ത വേറെ ഒരുത്തനെ ആരാധിച്ചാൽ, ഇത് അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്ത ഒരുത്തനെ ആരാധിച്ചാൽ ഫയക്കൂനു മുശ്രിക്കൻ, മുശ്രിക്കൻ എന്നിട്ട് അദ്ദേഹം പറയാണ്, ആദമിന്റെ മക്കളെ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരു വിഭാഗമില്ല. ഇന്നിപ്പോ മുജാഹിദുകൾ പറയുന്നത് എന്താ? മുസ്ലിം, കാഫിർ, പിന്നെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിം, ഒരു മൂന്നാമത്തെ കാറ്റഗറി. ശിർക്ക് ചെയ്യുന്ന തൗഹീദുള്ള ആളുകൾ. ഇവിടെ ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താ? ആദമിന്റെ മക്കളിൽ മൂന്നാമത്തെ ഒരു വിഭാഗമില്ല. ഒരു വിഭാഗം തൗഹീദുള്ള അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും മറ്റാരെയും ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്ന മുവഹിദ് മുസ്ലിം. രണ്ടാമത്തെ വിഭാഗം ഒന്നുകിൽ തീരെ അള്ളാഹുവിനെ ആരാധിക്കാത്തവർ, അള്ളാഹു അല്ലാത്തവരെ മാത്രം ആരാധിക്കുന്നവർ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നവർ, അവനും മുശ്രിക്. മൂന്നാമത്തെ ഒരു വിഭാഗമില്ല. ശിർക്ക് ചെയ്യുന്ന മുസ്ലിം എന്ന ഒന്നില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലുകയും കണ്ട ജാറങ്ങളിലും ദർഗകളിലും ഒക്കെ പോവുകയും അവിടെ നേർച്ചകളും വഴിപാടുകളും നടത്തുകയും സുജൂദും നമസ്കാരവും ഖുർആൻ പാരായണവും അടക്കമുള്ള കാര്യങ്ങൾ തവാഫ് അടക്കം അവിടെ നിർവഹിക്കുന്നു. തവാഫ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ തവാഫ് ഉണ്ടോ അല്ലെന്ന് അറിയില്ല. കേരളത്തിന് പുറത്ത് പല ഇറാനിൽ, ഇറാഖിലും സിയാക്കൾ ജാറങ്ങൾക്ക് മുമ്പ് തവാഫ് നടത്തുന്നു ചുറ്റും. ഈജിപ്തിൽ ഷെയ്ഖ് അഹമ്മദ് ബദവി കോഴിക്കോട് കടപ്പുറത്ത് വെള്ളയിലാബാത്ത് കോഴിക്കോട് ബീച്ചില് വലിയ പ്രോഗ്രാം നടക്കുന്ന ആ സ്റ്റേജില്ലേ, ആ സ്ഥിരം സ്റ്റേജ്, പെർമനന്റ് സ്റ്റേജ്, ആ സ്റ്റേജിന്റെ തൊട്ടിപ്പുറത്ത് കാണാം ഒരു പച്ച പൊതച്ച ഒരു ജാറമുണ്ട്. എന്റെ നാട്ടിലെ ഒരു മൊയ്ലിയരാണ് അതിന്റെ മുതലാളി. അദ്ദേഹം 40,000 റുപ്യക്ക് ഷാദുലി പള്ളിന്റെ ആൾക്കാരോട് അക്കാലത്ത് പൈസക്ക് വാങ്ങിയതാണ്. 40,000 റുപ്യക്ക്. ഇപ്പൊ അയാൾ എന്റെ ഉടമസ്ഥനാണ്. അതിന്റെ പേര് ബദവി ഷഹീദ് എന്നാണ്. ഒരു പേരുമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പേര്, അപ്പൊ ബദവി ഷഹീദ് എന്ന് പേരിട്ടു. ഈ ബദവി ഷെയ്ഖ് അഹമ്മദ് ബദവി എന്ന് പറഞ്ഞത് ഈജിപ്തിൽ മറമാടപ്പെട്ട ഒരു മനുഷ്യനാണ്. അയാളുടെ ഖബറിന് ചുറ്റും ലക്ഷക്കണക്കിന് ആളുകൾ തവാഫ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മസ്ജിദിയെ, ഒരു ഈജിപ്ഷ്യനെ നിങ്ങൾക്ക് കാണാൻ ഗൾഫിലൊക്കെ പോകുമ്പോൾ കണ്ടുമുട്ടിയാൽ ചോദിച്ചാൽ ഓൻ പറഞ്ഞു തരും. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ തവാഫ് എടുത്തുന്നു. അവിടെ അഹമ്മദ് ബദവി ഷഹീദിന്റെ ഖബറിന് ചുറ്റും. അഹമ്മദ് ബദവി, ആ പേരാണ് കോഴിക്കോട്. അയാളെ പേര് എനിക്കറിയാം. CM വലി എന്ന അങ്ങേയറ്റത്തെ ആളാണ് എന്ന് പറയുന്ന ക്ലിപ്പുകളിൽ പലപ്പോഴും അദ്ദേഹത്തെ കാണാം. മജീദ് മുസ്ലിയാർ എന്ന് പറയുന്നത് എന്റെ നാട്ടുകാരനാണ്. അയാളെ ഏട്ടൻ ഈക്കാരനാണ്, UK അബ്ദുൽ ലത്തീഫ് മൗലവി. ഈ UK അബ്ദുൽ ലത്തീഫ് മൗലവി എന്നറിയപ്പെടുന്ന ആളുടെ ഇളയ സഹോദരനാണ് അബ്ദുൽ മജീദ് മുസ്ലിയാർ. അയാളാണ് ഇതുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇവിടെ തവാഫില്ല, പക്ഷെ അവിടെ തവാഫുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നു. ഇബ്നു തൈമിയ്യ പറയാൻ, ഒന്നുകിൽ മുവഹിദ് അല്ലെങ്കിൽ മുശ്രിക്, രണ്ട് ടീമേ ഉള്ളൂ. ഇതല്ലാതെ ആദമിന്റെ മക്കളിൽ മൂന്നാമതൊരു ടീമില്ല. അതിന്റെ കൂടെ എന്താ ആദ്യം പറഞ്ഞത്? ശിർക്ക് ചെയ്യുന്നവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവൻ മുവഹിദല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ശിർക്ക് ചെയ്യുന്നവരാണ്. ശിർക്ക് ചെയ്യുന്നവനെ ഒരിക്കലും മുസ്ലിം എന്ന് വിളിക്കാൻ പാടില്ല. ഇനി വന്നാൽ വേറൊരു കൂട്ടരുണ്ട്. അതാരാ? രണ്ടിനെയും കൂട്ടിക്കലർത്തിയവർ, ശിർക്കും തൗഹീദും കൂട്ടിക്കലർത്തിയവർ. നമ്മുടെ നാട്ടിലെ ഖുബൂരികൾ, സമസ്തക്കാരായ ആളുകൾ രണ്ടും കൂട്ടിക്കലർത്തിയവരാണ്. അതുപോലെ തന്നെ ജൂത ക്രിസ്ത്യാനികൾ, അവർ അള്ളാഹുവിനെയും അംഗീകരിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്കും ദുആ കൊടുക്കുന്നു. പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പുത്രനോടും പ്രാർത്ഥിക്കുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കും. മാതാവാരാ? മറിയം. പിന്നെ ജിബ്രീൽ, പരിശുദ്ധാത്മാവ്. ചിലപ്പോ ഈ അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട്, അതായത് മറിയമ്മിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ക്രിസ്ത്യാനികൾ കൂടത്തിൽ. ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ ഞാൻ ക്രിസ്ത്യാനിയോട് ചോദിച്ചു, നിങ്ങൾ ഏത് വിഭാഗക്കാരാണെന്ന് ചോദിച്ചു.
റോമൻ കത്തോലിക്കൽ. ഈ റോമൻ കത്തോലിക്കപ്പെട്ട ഇവിടുത്തെ ക്രിസ്ത്യാനി കൂട്ടത്തിൽപ്പെട്ട ഭൂരിപക്ഷ ആൾക്കാർ അതിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ എന്താണ് അമ്മേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അതിന് പറഞ്ഞ മറുപടി, അമ്മ ഈ ത്രിയേകത്വം എന്ന് പറഞ്ഞ 3 ദൈവങ്ങളിൽപ്പെട്ട ഒന്ന് അമ്മയല്ല. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധാത്മാവിന് പകരം പിതാവ്, അതായത് അള്ളാഹുവിന്റെ പിതാവും ഈസാ നബിയെ പുത്രനും മറിയമിനെ അമ്മയുമായി, പിതാവ് പുത്രൻ അമ്മ, ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, 2 തരം ത്രിയേകത്വമുണ്ട്. അപ്പൊ ഈ പറയുന്ന റോമൻ കത്തോലിക്കാര് മാതാവിനെ ദൈവത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നവരല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാണ് കന്യാമറിയമേ പരിശുദ്ധാത്മാവായ അമ്മേ എന്ന് പറഞ്ഞിട്ട് എന്തിനാ പ്രാർത്ഥിക്കുന്നത് വെച്ചു. അപ്പം പറഞ്ഞു, സാധാരണഗതിയിൽ അമ്മയോട് പറഞ്ഞാൽ സ്നേഹമുള്ള അമ്മ എന്ത് ചെയ്യും, സ്നേഹമുള്ള മകനോട് പറയും എന്ന് ശരിയായി കൊടുക്കണം. അപ്പോ ദൈവത്തിന്റെ അംശമായ ഈസാ നബിയോട് ഈസാ നബിയുടെ ഉമ്മ പറഞ്ഞല്ലോ എന്ന നിലയ്ക്ക് ഈസാ നബി സ്വീകരിക്കും എന്നതുകൊണ്ടാണ് പുത്രനോട് പറയാൻ വേണ്ടി അമ്മയോട് 1+1+1 = 1. അതല്ല കണക്ക്, ലോകത്തോടില്ലാത്ത കണക്കല്ലോ. 1+1 കൂട്ടണം 1 = 1 3 വരണ്ടേ. അപ്പോ ഈസാ നബിയും പരിശുദ്ധാത്മാവും അള്ളാഹു 3 കൂട്ടിയാൽ 1 ക്രിസ്ത്യാനികളുടെ ഈ സൂത്രവാക്യം. അപ്പൊ ആ സൂത്രവാക്യത്തിന്റെ ഇടയ്ക്ക് വേറെ ശിർക്ക്, അതാരോടാ, അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മോനോട് വേറെ ശിർക്ക്. അപ്പോ ഇതിന് തൗഹീദും ശിർക്കും കൂട്ടിക്കലർത്തി, ജൂതന്മാരും ശിർക്കും കൂട്ടിക്കലർത്തി. അക്കൂട്ടത്തിൽ ഷെയ്ഖ് ഇബ്നു തൈമിയ പറയാണ്, വമൻ അശ്ബഹഹും മിനൽ ദുല്ലാലിൽ മുൻതസിബീന ഇലൽ ഇസ്ലാം. അപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമല്ല, രണ്ടും കൂട്ടിക്കലർത്തിയവർ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന വഴികേടിലായി പോയ ജൂത ക്രിസ്ത്യാനികളെ പോലെ തൗഹീദും ശിർക്കും കൂട്ടിക്കലർത്തിയ മാപ്പിളമാരും അവരുമാരെന്നെ മുസ്ലിങ്ങളല്ല, ഇസ്ലാമിന് പുറത്താണ്. ഇനി ഇബ്നു തൈമിയന്റെ മറ്റൊരു വാചകം, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിൽ നിന്ന് ഒരുത്തൻ അഹങ്കാരം കാണിച്ചാൽ മുസ്ലിം അല്ല. ഇനി അള്ളാഹുവിനോടൊപ്പം വേറെ ഒരുത്തനോട് ഇബാദത്തെടുത്താൽ ലം യകുൻ മുസ്ലിമൻ, ഓന് മുസ്ലിം ആവില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എന്താണ്, ഇവരെ കുറിച്ച് മുസ്ലിം എന്ന് പറയണം, ഉദുറുമ്പിൽ ജഹലുണ്ട്, അതുകൊണ്ട് അവരെ മുസ്ലിങ്ങളായി കണക്കാക്കണമെന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ സലഫി ഉലമാക്കൾ വിശദീകരിച്ചത് അവരെ കുറിച്ച് ഉദുറുണ്ട് എന്ന് വിചാരിക്കുക, എന്നാലും അവരെ കുറിച്ച് കാഫിർ എന്ന് പറയാൻ പറ്റൂല. അവിടെ നിർത്തുകയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മളല്ല മറ്റൊരു രക്ഷപ്പെടും. ഈ ഉദുർബൈജന്റെ വാദം പറയുന്ന ആൾക്കാർ കാഫിർ എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട് കാഫിർ എന്ന് പറയാൻ പറ്റാത്തത്? ഓൻ ഇസ്ലാമുണ്ട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇസ്ലാം ആ അള്ളാഹുവിന്റെ മതമാണ്. മുഹമ്മദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. മുഹമ്മദ് നബി ജനങ്ങളിലൂടെ അവതരിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് നബിയുടെ അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഇതൊന്നും മനസ്സിലായിട്ടില്ലതല്ല, ഓൻ ആ വിവരം തന്നെ അറിയില്ല. അങ്ങനെയുള്ള ആളെ കുറിച്ച് കാഫിർ എന്ന് പറയില്ല. കാരണം എന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞ അങ്ങോട്ട് പോവാ, 921 മുമ്പുണ്ടായിരുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ, അവരെ കുറിച്ച് കാഫിർ എന്ന് പറയാൻ പറ്റൂല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഭൂരിപക്ഷം മുജാഹിദുകൾ പറയുന്നതോ അവരെ കുറിച്ച് മുസ്ലിം എന്ന് പറയണം. നമ്മുടെ നാട്ടിൽ സിർക്ക് ചെയ്യുന്ന കലിമ ചൊല്ലിയ ആളെ കുറിച്ച് മുസ്ലിം എന്ന് പറയണം. എന്നാൽ അവൻ മുശ്രിക്കുമല്ല, എന്നാൽ മുസ്ലിമുമല്ല. ഓൻ കാഫിറാന്ന് നമ്മൾ വിധിക്കൂല, എന്നാ മുസ്ലിമാണെന്നും വിധിക്കൂല. വമാലം യഅ്തിൽ അബ്ദു ബിഹാദ ഫലൈസ ബിമുസ്ലിം. കണ്ടോ, ഇബ്നു ഖയ്യിം പറയാണ്, ഇത് ചെയ്യാത്തവൻ, അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന പണിയും ചെയ്യുന്നില്ല, ഫലൈസ ബിമുസ്ലിം, എന്നാൽ അവൻ മുസ്ലിം അല്ല. ഫലൈസ ബിമുസ്ലിമൻ വൈലം യകുൻ കാഫിറൻ, ഇനി കാഫിർ അല്ലെങ്കിലും മുആനിദൻ, ഇസ്ലാമിനോട് ശത്രുതയുള്ള കാഫിറല്ല, എന്നാൽ അവൻ മുസ്ലിമുമല്ല. പക്ഷേ വഹുവ കാഫിറുൻ ജാഹിലുൻ. അപ്പൊ അവന് പറയാൻ പറ്റിയ പേരെന്താ? ജാഹിലുൻ മുസ്ലിം അറിയാൻ പറ്റില്ല. അപ്പൊ മുജാഹിദീങ്ങൾ പറയണ എന്താണ്? വിവരമില്ലാത്ത മുസ്ലിമാണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവർ വിവരമില്ലാത്ത മുസ്ലിങ്ങളാകുന്നു. അപ്പൊ അവരിൽ ശിർക്കുണ്ടെങ്കിലും അത് ശിർക്കാണെന്ന അറിവ് അവർക്കില്ലാത്തതുകൊണ്ട് അവരെ മുസ്ലിങ്ങൾ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. എന്നാൽ അങ്ങനെ പറയാൻ പറ്റൂല. വിവരമില്ലാത്ത മുസ്ലിം എന്നല്ല, വിവരമില്ലാത്ത കാഫിർ എന്ന് പറയാം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അള്ളാഹുവിനോട് ആരാധിക്കുന്നു, നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സത്യസന്ധമായി ജീവിക്കുന്നു, ബസ് കയറിയാലും ദിക്ർ ചൊല്ലുന്നു, പള്ളിയിലിരിക്കുമ്പോൾ ദിക്ർ ചൊല്ലുന്നു, അതുപോലെ തന്നെ ദിക്ർ ഹൽക്കകൾ നടത്തുന്നു, ശിർക്കില്ലാത്ത ദിക്റായി അതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നു. ഓനത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവൻ കാഫിറാന്ന് പറയുന്നില്ല. കാരണം അവന്റെ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ. എന്നാ മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ? മുസ്ലിമാന്ന് പറയാൻ പറ്റില്ല. മറിച്ചവൻ വിവരമില്ലാത്ത കാഫിർ. ഇത് ഇബ്നു ഖയ്യിമിന്റെ വാചകാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും
എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിവരമില്ല എന്ന് അംഗീകരിച്ചു കൊടുത്താൽ പോലും അവരെ മുസ്ലിമായി ഗണിക്കാൻ പറ്റുകയില്ല. മറിച്ച് മുശ്രിക്കുൻ ജാഹിലുൻ, അല്ലാണ്ട് മുസ്ലിമുൻ ജാഹിലുൻ, ജാഹിൽ വിവരമില്ലാത്ത മുസ്ലിമാണ്, അതുകൊണ്ട് ഓൻ ചെയ്ത ശിർക്കൊക്കെ നമുക്ക് മായ്ച്ചു കളയാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അള്ളയാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് അവനെക്കുറിച്ച് കാഫർ എന്ന് പറയാൻ പറ്റില്ല എന്ന് ഇബ്നു ഖയ്യിം പറയുന്നത്? ഓൻ ഹുജ്ജത്തെത്തിയില്ല എന്നുള്ളതുകൊണ്ട്. കേരളത്തിലെ ആർക്കാണ് ഇവിടെ ഹുജ്ജത്തെത്താത്തത്? അള്ളാഹു എന്ന് കേൾക്കാത്തവനാരാണ്? ഇസ്ലാം എന്ന് കേൾക്കാത്തവനാരാണ്? മുഹമ്മദ് നബി എന്ന് കേൾക്കാത്തവനാരാണ്? അള്ളാഹു ഉണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് മുജാഹിദുകൾ വഹാബികൾ പറയുന്നത് എന്ന് കേൾക്കാത്ത ഏതെങ്കിലും ഒരു സമസ്തക്കാരനെ, ഏതെങ്കിലും ഒരു തബ്ലീഗുകാരനെ, വേണ്ട ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെയോ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെയോ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അള്ളാഹുവിനോട് ആരാധിക്കണമെന്നാണ് മുസ്ലിങ്ങൾ വഹാബികൾ പറയുന്നത് എന്ന് കേൾക്കാത്ത ആരാളുള്ളത്? അപ്പൊ ഹുജ്ജത്തെത്തിയിട്ടില്ലേ? ഹുജ്ജത്തെത്തിയിട്ടുണ്ട്. ഹുജ്ജത്തെത്തുക എന്ന് പറഞ്ഞാൽ വമൻ ബലഗ എന്ന് ഖുർആനിൽ കാണാം. ഖുർആനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇത് വിശദീകരിച്ചുകൊണ്ട് സാഹിഹ് അൽ ഫൗസാൻ, അതുപോലെ ഷെയ്ഖ് ഉദൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് ഇവരൊക്കെ പറഞ്ഞു വമൻ ബലഗ, ഖുർആൻ ആർക്ക് എത്തിയോ അവന് ഹുജ്ജത്ത് സ്ഥാപിതമായി. ഈ ഖുർആൻ എന്നും മുസ്ലിങ്ങളല്ലാത്തവർ ഖുർആൻ എന്നും പറയുന്ന സാധനം മുസ്ലിങ്ങളുടെ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നറിയാത്തവനാരാളുള്ളത്? അറബി അറിയുന്ന ആളുകൾക്ക് ഖുർആൻ ഓതുന്നു, വായിക്കുന്നു, ആ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ ചോദിക്കാൻ, ഈ ഖുർആൻ ഓതുകയും ഖുർആൻ പഠിപ്പിക്കുകയും ഗ്രാമറിന്റെ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് ബെയ്ത്തുകളും വലിയ കട്ടിയുള്ള പുസ്തകങ്ങളും കാണാതെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ ആളുകൾക്ക് എന്ത് ഉദറാണുണ്ടാവുക? കാരണം ഓൻ അറബി അറിയാം. ഓൻ ഖുർആൻ കിട്ടിയാൽ തന്നെ ആരും ഓതി കൊടുക്കണ്ട, ഖുർആന്റെ ഒരു കോപ്പി കിട്ടിയാൽ, ഖുർആന്റെ ഒരായത്ത് കേട്ടാൽ തന്നെ അവൻ ഹുജ്ജത്തെത്തിക്കഴിഞ്ഞു. രണ്ടാമത്തെ ഹുജ്ജത്ത് എന്താ? മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടാൽ അതോടുകൂടി ഹുജ്ജത്ത് സ്ഥാപിതമായി. മുഹമ്മദ് നബി വന്നു എന്ന വിവരം കിട്ടിയാൽ തന്നെ ഹുജ്ജത്ത് സ്ഥാപിതമായി. ഇവിടുത്തെ ഏത് സമസ്തക്കാരനാണ് മുഹമ്മദ് നബി എത്തിയിട്ടുണ്ട് എന്നറിയാത്തത്? അപ്പൊ മുഹമ്മദ് നബി എന്താണ് ഇവിടെ പ്രചരിപ്പിച്ചത് എന്ന് അന്വേഷിക്കേണ്ടത് ഓന്റെ ബാധ്യതയാണ്. ഇനി ഖുർആൻ അറബി അറിയാത്തവനാണെങ്കിൽ ഖുർആൻ പരിഭാഷ നമ്മുടേതല്ല, കൃത്യമായി പരിഭാഷപ്പെടുത്തിയ ചില്ലറ അപാകതകൾ ഉണ്ടെങ്കിലും തൗഹീദിന്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും കൃത്യമായി തന്നെ പരിഭാഷപ്പെടുത്തിയ ഊറ്റനാടിന്റെയും മറ്റു പലരുടെയും ഖുർആൻ പരിഭാഷകൾ അവരുടെ ഭാഷയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരുടെ പാർട്ടിക്കാർ എഴുതിയതുണ്ട്, മുജാഹിദുകൾ എഴുതിയതുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാൻ എഴുതിയതുണ്ട്. അതൊന്നുമല്ലാത്ത മുജാഹിദുകൾ കൊണ്ടു നടക്കുന്ന മറ്റേ കാഫറായ കവി എഴുതിയ മറ്റെന്തൊരു നാരായണ ഉണ്ടാക്കാൻ എഴുതിയ ഖുർആൻ പാട്ടിലേക്കാക്കിയല്ലോ. ഖുർആൻ കവിതയല്ലാന്ന ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് മുജാഹിദീങ്ങൾ രണ്ട് ഹിന്ദുക്കൾ കൊണ്ട് ഖുർആൻ കവിതയാക്കിയിട്ട് പ്രസിദ്ധീകരിച്ചു. മുഹമ്മദ് കവിയല്ല, മുഹമ്മദ് നബിക്ക് കവി പറ്റിയതല്ല എന്ന് മുഹമ്മദ് നബി ഖുർആനിൽ പറയാണ്. ആ ഖുർആനെ എന്തെങ്കിലും കവിതയാക്കി പറ്റിക്കുക, എന്നിട്ട് അത് മുജാഹിദീങ്ങൾ തന്നെ വിതരണം ചെയ്യുന്നു. അപ്പൊ അതൊക്കെ നിലവിലുണ്ട്. ഈ ആളുകൾക്ക് അതിലൂടെയെങ്കിലും അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിവരം കിട്ടിയിട്ടില്ല എന്നർക്കിൽ പറയാൻ പറ്റുമോ? അപ്പോ ഹുജ്ജത്തെത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ കിട്ടലാണ്. ഖുർആൻ അറിയാത്തവന് ഖുർആന്റെ പരിഭാഷ കിട്ടിയാൽ ഹുജ്ജത്തായി. വേറൊരു തെളിവ് ആവശ്യമല്ല. ഓന്റെ കരളിൽ കൊണ്ടൊരു കുറ്റിയടിക്കേണ്ട കാര്യമല്ല, പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യമല്ല, ഒരു ഫ്ലക്സ് കരളിൽ കൊണ്ടുപോയി കെട്ടണ്ട. മനസ്സിലായ? ഹൃദയത്തെ പോയിട്ട് ചുമരെഴുത്ത് നടത്തണ്ട. ചുമരെഴുത്ത് അറിയാൻ പറ്റില്ല, ഹൃദയം എഴുത്ത്. ചുമരിന്റെ മുകളിലൊന്നുമല്ല ചുമരെഴുത്ത് അറിയാം. ഹൃദയത്തിന്റെ മുകളിൽ എഴുതിയാൽ ഹൃദയം എഴുത്ത് നടത്തേണ്ട കാര്യമല്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കിട്ടിയാൽ തന്നെ മുഹമ്മദ് എന്ന നബി വന്നിരിക്കുന്നു, അയാൾ വന്നിട്ട് 1400 കൊല്ലമായി, അവരാണ് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നത് എന്ന വിവരം കിട്ടിയാൽ ഹുജ്ജത്തെത്തി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്, അവിടെ ജൂതനോ ക്രിസ്ത്യാനിയോ എന്റെ പേര് കേൾക്കുകയും എന്നിട്ട് വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ ദഖലന്നാറ, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന വിവരം ജൂതനോ ക്രിസ്ത്യാനിയോ കിട്ടിയാൽ ഈ മുഹമ്മദ് എന്ന് പറയുന്നത് തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞിട്ടുള്ള ഫാർഖലീത്ത് എന്ന് പറയുന്ന ആ പ്രവാചകനാണോ എന്ന് അന്വേഷിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ ബാങ്ക് 5 വക്തിലും എല്ലാ പള്ളികളിലും കേൾക്കുന്നു മൈക്കിൽ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇവര് പറയുന്ന മുഹമ്മദ് ആരാണ് എന്ന് അന്വേഷിക്കേണ്ടത് ജൂത ക്രിസ്ത്യാനിയുടെ ബാധ്യതയാണ്. മുഹമ്മദ് നബി എന്ന് കേട്ട എല്ലാ ജൂതനും ക്രിസ്ത്യാനി ഹുജ്ജത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ അപ്പുറത്ത് നമുക്ക് പോയി ലഘുലേഖ കൊടുക്കാം, ക്ഷണിക്കാം, നിങ്ങൾ നമ്മുടെ ഇസ്ലാമിലേക്ക് വരൂ, ഇസ്ലാം എന്നതാണെന്നൊക്കെ പറയാം. ഒരു വയന്നും പെടുത്ത ഒരു മുജാഹിദും ഒരു ലഘുലേഖയും ഒരു ക്രിസ്ത്യാനിന്റെ വീട്ടിലും കൊണ്ടുപോയി കൊടുത്തില്ല വിചാരിക്കുക. ഇവരൊന്നും മുസ്ലിം അല്ല, മുശ്രിക്കല്ല, അവരൊക്കെ മുസ്ലിങ്ങൾ എന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കതാണ്, ഹുജ്ജത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് എത്താത്ത ആരുകൂടല്ല. ഇനി അതൊന്നും പോരാ ഹുജ്ജത്ത് എന്നാണെങ്കിൽ പോലും ഈ ആളുകളെ കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പറ്റൂല, കാഫറുകളാണ്. ഏത് കാഫർ?
വിവരം കെട്ട കാഫിർ. ഇനി അവരെ കുറിച്ച് ഒന്നുകൂടി പറയാവുന്നതിന്റെ അങ്ങേയറ്റം അന്നഹും കുഫാറുൻ ജുഹാലുൻ ഗൈറു മുആനിദീന, നമ്മോട് ശത്രുതയില്ലാത്ത ജാഹിലായ കാഫിറാണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ RSSകാരന്റെ മൈൻഡുള്ള സംഖ്യയായ കാഫിറല്ല എങ്കിൽ നമ്മളോടൊരു എതിർപ്പില്ല. നല്ല നിലക്ക് നമ്മളോട് നല്ല സൗഹൃദത്തിൽ അല്ലെങ്കിൽ ബന്ധത്തിൽ നല്ല നിലക്ക് നടക്കുന്ന സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം ഹിന്ദുക്കൾ, ജൂതൻ, ക്രിസ്ത്യാനികൾ, ഇവരൊക്കെ ആരാണ്? വിവരമില്ലാത്ത കാഫിറാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയും എന്നിട്ട് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമല്ല, വിവരമില്ലാത്ത കാഫിറാണ്, മുശ്രിക്കാണ് എന്നേ പറയാൻ പാടുള്ളൂ. ഇനി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ മക്കൾ ഇതാണ് നജ്ദിലെ ഉലമാക്കൾ എന്ന് പറയാം, നജ്ദിലെ പണ്ഡിതന്മാർ, ഉലമാ നജ്ദ്. നജ്ദാണല്ലോ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നാട്. നജ്ദ് പ്രവിശ്യയാണ് സൗദിയിലെ. ആ പ്രദേശത്ത് ജനിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും ഖുറാഫികളുമായ ആളുകൾ കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ദിന്റെ ഭാഗത്ത് നിന്ന് ഫിത്ന വരും. ആ നജ്ദിൽ ജനിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളുടെ അടയാളമായി വന്ന ഫിത്ന നാട്ടിൽ ജനിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. ആ നജ്ദ് വേറെ, ഈ നജ്ദ് വേറെ, അത് വേറെ വിഷയം. അപ്പൊ അതിലൊരു ചോദ്യം, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മക്കളും അടങ്ങിയ ഈ മക്കൾക്കാണ് സൗദിയിൽ ആല് സുഊദ് ഉണ്ട്. ആല് സുഊദാണ് സൗദി ഭരണകൂടം. സുഊദിന്റെ മക്കളാണ് ഭരണാധികാരികൾ. ഇപ്പോഴും രാജാവായി വരുന്ന ഇപ്പോഴത്തെ സൽമാൻ രാജാവ്, ഇനി വരാൻ പോകുന്ന മുഹമ്മദ് ബിൻ സൽമാൻ, ഇതൊക്കെ സുഊദ് കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർക്കാണ് ഭരണാധികാരം. അന്ന് സുഊദ് കുടുംബത്തിന് പ്രചോദനമേകി ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് പഠിപ്പിച്ച് ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ശിർക്കില്ലാത്ത ബിദ്അത്തില്ലാത്ത കറകളഞ്ഞ ഇസ്ലാമിന്റെ ഒരു രാജ്യമുണ്ടാകണം എന്ന് പഠിപ്പിക്കുകയും അതിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഒപ്പം ചേരുകയും ചെയ്ത ആളുകളാണ് സൗദ് ഭരണകൂടം. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തുമാകുന്നു ഞങ്ങളുടെ ഭരണഘടന എന്ന് ഒന്നാമത്തെ രാജാവ്, സൗദ് രാജാവ് തന്നെ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. ഇന്നും സൗദി അറേബ്യന്റെ ഭരണഘടനയിൽ അതുണ്ട്. ഖുർആൻ സുന്നത്തും ഭരണഘടനയായ ഒരേ ഒരു രാജ്യം അത് സൗദി അറേബ്യ മാത്രമാണ്. സൗദ് രാജാവിന് ഈ മതപരമായ പ്രചോദനങ്ങളും പ്രേരണകളും മതപ്രബോധന നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. ആ മുഹമ്മദ് അബ്ദുൽ വഹാബാണ് ഷെയ്ഖ്. ആ ഷെയ്ഖിന്റെ കുടുംബത്തിൽ ജനിച്ച ആളുകളാണ് ആലു ഷെയ്ഖ്. ഇന്നുണ്ട് പല ആലു ഷെയ്ഖ് പണ്ഡിതന്മാർ, പേര് വെറുതെ സാലിഹ് ആലു ഷെയ്ഖ്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണ്. അങ്ങനെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടികളും ഒക്കെ ആയ നജ്ദിലെ പണ്ഡിതന്മാർ തൗഹീദിന്റെ വിഷയത്തിൽ രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഖാസിം എന്ന് പറയുന്ന ഒരാൾ 11 വാള്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ നെറ്റിലടിച്ചാൽ കിട്ടും അതിന്റെ PDF. അതിന്റെ ഇംഗ്ലീഷ് മറ്റ് പരിഭാഷകളോ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 11 വാള്യങ്ങളിലുള്ള പുസ്തകത്തിന്റെ 10ാം വാള്യത്തിൽ ഒരു ചോദ്യം, ആ ചോദ്യത്തിന്റെ ആശയം ഞാൻ പറയാം. അതായത് ഷെയ്ഖിനോട് ചോദിക്കാൻ, നിങ്ങളുടെ സംസാരത്തിൽ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മുമ്പ് എന്തൊക്കെ ചെയ്തുവോ അതിനെയൊക്കെ പൊളിച്ചു കളയുമെന്നാണല്ലോ. ഇത് ഹദീദാണ്. ആ ആശയത്തിലുള്ള ഒന്നിലധികം ഹദീദുകളുണ്ട്. ഒരാൾ മുസ്ലിം ആയാൽ അതിന്റെ മുമ്പുള്ളതൊക്കെ അള്ളാഹു പൊളിച്ചു കളയും, അല്ലെങ്കിൽ ഇസ്ലാം പൊളിച്ചു കളയും. എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുന്നതിന് മുമ്പ് ചെയ്ത ശിർക്ക്, കുഫ്ർ, നമസ്കരിക്കാത്തത്, കള്ളു കുടിച്ചത്, വ്യഭിചരിച്ചത്, കട്ടത്, പലിശ വാങ്ങിയത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹു പൊളിച്ചു കളയുന്നാൽ അതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കൂല. മുസ്ലിം ആയതിനു ശേഷമുള്ളതേ ശിക്ഷിക്കുള്ളൂ. അപ്പൊ അതിന്റെ അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണത്? ഇത് ശരിക്കും മനസ്സിലാക്കണം. ജാഹിലിയത്തിലെ രക്തം ഇത് ഞാനിതാ ഇവിടെ ഇല്ലായ്മ ചെയ്യുന്നു, അത് കാലിനടിയിൽ വെക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ ഒരാൾ മറ്റൊരുത്തരെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് ശേഷം മക്കം ഫതഹിന് ശേഷം ഹിജ്റ 10 പ്രഖ്യാപിക്കുകയാണ്. ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇപ്പോൾ ഇനി എന്തുണ്ടാവില്ല, അന്ന് കൊന്ന ആളെ ഇപ്പൊ പിടിച്ചു കൊല്ലൂല. അന്ന് കൊല്ലപ്പെട്ടവന് രക്തം, ഈ ദിയ, രക്തമൂല്യം, ബ്ലഡ് മണി കൊടുക്കണം എന്നും വിധിക്കുകയില്ല. ഇസ്ലാം ആയതിനു ശേഷമേ അത്തരം കാര്യങ്ങൾ ഉള്ളൂ. മുസ്ലിം ആയതിനു ശേഷം ഒരുത്തൻ വേറെ കൊന്നാൽ കൊന്നവനെ കൊല്ലണം, കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് ബ്ലഡ് മണി കൊന്നവൻ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിച്ച ഒരുത്തൻ കുഫ്റാകുന്ന വല്ല കാര്യവും പറയുകയോ ചെയ്താൽ, എങ്ങനെ? വിവരമില്ലാത്ത നിലത്ത്, നേരത്തെ പറഞ്ഞ ജഹലോടുകൂടി ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന വിവരമില്ല. ആ വിവരമില്ലാതെ ഒരുത്തൻ വല്ല കുഫറിന്റെ വാക്കും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഫലാ തുകഫിറൂനഹു, നിങ്ങൾ അവനെ കാഫറാക്കുകയില്ലല്ലോ. ആരോട്? ശൈഖോട് അങ്ങോട്ട് ചോദിക്കാൻ. കാരണം എന്താ? ഓൻ ജഹിലാൻ, വിവരമില്ലാതെ ശിർക്ക് പറഞ്ഞവനാണ്, പ്രവർത്തിച്ചവനാണ്. എന്നാൽ അവന് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിവരം കിട്ടിയതിന് ശേഷമാണ് അവൻ ശിർക്ക് ചെയ്തതെങ്കിൽ, കുഫ്ർ ചെയ്തതെങ്കിൽ അവൻ മുശ്രിക്കാണ്, കാഫറാണ്. അതുകൊണ്ട് ചോദിക്കാനുള്ള ചോദ്യം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിവരം കിട്ടുന്നതിന് മുമ്പ് ഒരുത്തൻ വേറെ ഒരുത്തനെ കൊന്നു,
കൊന്ന് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് സൗദി അറേബ്യയിൽ തൗഹീദി മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പ്രബോധനം വരുന്നത്. പ്രബോധനം വന്ന് ഇസ്ലാം യഥാർത്ഥ തൗഹീദ് വന്നപ്പോ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടോ മരിച്ചില്ലേ? ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പ്രബോധനം നിലവിൽ വന്നപ്പോ അപ്പോഴും ആര് ജീവിച്ചിരിപ്പുണ്ട്? കൊന്നവൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് എന്ത് ചെയ്യണം? കൊന്നവനെ കൊല്ലണം. കൊന്ന ഇയാൾ പണ്ട് കൊല്ലപ്പെട്ട ആൾക്ക് ദിയത്ത് ബ്ലഡ് മണി കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്? പിന്നെ അവർ അന്ന് ചെയ്തു പോയ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവും. മുഹമ്മദ് വഹാബിന്റെ ദഅവത്ത് എത്തുന്നതിന് മുമ്പ് സ്കെച്ചിട്ടുണ്ട്, നോമ്പ് വെച്ചിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്, നേർച്ചയാക്കിയിട്ടുണ്ട്, ശിർക്കൊന്നുമില്ലാത്ത. അതിനൊക്കെ അവർക്ക് കൂലി കിട്ടുമോ? ഇതാണ് ചോദ്യം. അതിന് ശേഖന്റെ മറുപടി ഇതാക്കാന യഅമലു ബിൽ കുഫ്രി വശ്ശിർകി ലിജഹ്ലിഹി ഔ അദമി മൻ യുനബ്ബിഹു ലാ നഹ്കുമു ബികുഫ്രിഹി ഹത്താ തുഖാമ അലൈഹിൽ ഹുജ്ജ. ഒരുത്തൻ അറിവില്ലായ്മ കൊണ്ട് ശിർക്കിന്റെയോ കുഫറിന്റെയോ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ഒരു വിവരമല്ല, അല്ലാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല എന്നൊരു ഇൽമ് അയാൾക്കില്ല. അങ്ങനെയുള്ള ഒരാൾ അല്ലാഹു അല്ലാത്ത ആളോട് ദുആ ചെയ്തു, അല്ലെങ്കിൽ കുഫറാകുന്ന കാര്യം ചെയ്തു, അല്ലെങ്കിൽ അന്നാട്ടിൽ ദഅവത്ത് നടത്താൻ ഇത് ശിർക്കാണ് കുഫറാണ് എന്ന് പറയാവുന്ന ഒരാളും ആ നാട്ടിൽ ജീവിച്ചിരിപ്പില്ല. ഇതിനാണ് നേരത്തെ പറഞ്ഞത് 921 മുമ്പ് ഇവിടെ ഒരു തൗഹീദി ദഅവത്തും നടന്നിട്ടില്ല. ഇത് ശിർക്കാണെന്ന് പറയാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ശിർക്കിന്റെയോ കുഫറിന്റെയോ പ്രവൃത്തി ചെയ്ത ഒരുത്തൻ ലാ നഹ്കുമു ബികുഫ്രിഹി, അവൻ കാഫറാണ് എന്ന് നമ്മൾ പറയൂല. മനസ്സിലായില്ലേ? 921 മുമ്പ് ജീവിച്ചവൻ കേരളത്തിലെ മുസ്ലിമായി ജീവിച്ച ശിർക്ക് ചെയ്ത ആള് കാഫറാണ് എന്ന് നമ്മൾ പറയൂല. കാരണം എന്താ? അവന് ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിവരം അവന് കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് ശരിക്കും മനസ്സിലായിക്കോളി, ലാകിൻ ലാ നഹ്കുമു ബി അന്നഹു മുസ്ലിം, കാഫറാന്ന് പറയില്ല, എന്നാൽ അവൻ മുസ്ലിമാണെന്നും നമ്മൾ വിധിക്കുകയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ? എന്തുകൊണ്ടാ കാഫറാന്ന് പറയാത്തത്? ഓന് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുന്ന ഇൽമ കിട്ടിയിട്ടില്ല. ഇൽമ കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണെങ്കിൽ പോലും അതുകൊണ്ട് അവനെ കാഫറെന്ന് നമ്മൾ പറയൂല. എന്നാ മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇനി ഇത് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക. കേരളത്തിലെ 921 മുമ്പ്, ഇനി വേണ്ട, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ മുജാഹിദുകളിൽ ഭൂരിപക്ഷം ആളുകളും പറയുന്ന വിവരക്കേട് എന്ന് പറയുന്ന ഒരു ന്യായം, ഒരു കാരണം കേരളത്തിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന എന്നാൽ ഖബറിനെ ആരാധിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ അവരെക്കുറിച്ച് കാഫറാണെന്നും പറയാൻ പറ്റൂല, മുസ്ലിമാണെന്നും പറയാൻ പറ്റൂല. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ 99.9999% മുജാഹിദുകളും സലഫികളെന്ന് പറയുന്നവരും പറയുന്നത് എന്താ? ഒരു കുതിറുമ്പിൽ ജഹലുണ്ട്, അതുകൊണ്ട് അവരെ കാഫറാക്കാൻ പറ്റൂല, അവരെ മുസ്ലിങ്ങളാണെന്ന് പറയണം. ഇത് ലോകത്തൊരു സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല. വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, ഇവർ കാഫറുകളല്ല, സമസ്തയിലെ ആരും മുശ്രിക്കല്ല, തബ്ലീഗ് ജമാഅത്തിലെ ശിർക്ക് ചെയ്യുന്നവൻ ആരും മുശ്രിക്കല്ല, സംസ്ഥാന സുന്നിയിൽപ്പെട്ട ഒരുത്തനും മുശ്രിക്കല്ല, ദക്ഷിണ കേരളയിൽപ്പെട്ട ഒരുത്തനും മുശ്രിക്കല്ല. ഇനി മുജാഹിദീങ്ങളെ കൂട്ടത്തിലുണ്ട് ജാറത്തിൽ പോവുകയും സിഹിർ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും തങ്ങന്മാരെ സമീപിക്കുകയും അതുപോലെ തന്നെ മറ്റേ പൊരക്ക് കുട്ടിയടിക്കുമ്പോണ്ടല്ലോ, എന്ത് മൂല? കന്നിമൂല. ഈ കന്നിമൂല നോക്കുകയൊക്കെ ചെയ്യുന്ന മുജാഹിദീങ്ങളുണ്ട്. ഇനി ബന്ധപ്പ് പുറത്തു പോയാൽ ഇത് മാത്രം മുറിച്ചൊരു ഖുറാഫി പണ്ട് മുജാഹിദിനെ കൊടുത്തിരിക്കാനുണ്ട്. അങ്ങനത്തെ ഒരു കാലം കണ്ടോ? വഹാബി മൗലവി പറയുന്നു വഹാബികളിൽ മുശ്രിക്കുകളുണ്ട്, വഹാബികളിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അമ്പലത്തിലേക്ക് പശുക്കുട്ടിയെ നേർച്ചയാക്കിയ മുജാഹിദ് കുടുംബത്തിൽ ആളുണ്ട്. അമ്പലത്തിലേക്ക് പശുക്കുട്ടിയെ നേർച്ചയാക്കി. സാധാരണക്കാരല്ല, മുജാഹിദുകളുടെ കൂട്ടത്തിൽ ജനിച്ചത് തന്നെ മുജാഹിദായിട്ട് ജനിച്ചു വളർന്നവർ ഉണ്ടായതാ. ഇവനൊന്നും മുശ്രിക്കല്ല, കാഫറല്ല, മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ? ഉദുറുമ്പിൽ ജഹലുണ്ട് അംഗീകരിച്ചാൽ തന്നെ ഓ കാഫറല്ല, മുസ്ലിമുമല്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഭൂരിപക്ഷം ആളുകൾ പറയുന്നവരൊക്കെ മുസ്ലിങ്ങളാക്കണമെന്ന് പറഞ്ഞതിന് ഒരു തെളിവ് കൊണ്ടുവരുവാൻ ഞാൻ വീണ്ടും ആണയിട്ട് പറയുന്നത്, കേരളത്തിലുള്ള വലിയ തർക്കം ഞാനും അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെയും അഖീദയിലും മൻഹജിലും പഴച്ചുപോയി എന്ന് പറയാൻ കാരണം എന്താ? ഉദുറുമ്പിൽ ജഹൽ എന്നൊരു സാധനമില്ല, അതുകൊണ്ട് കേരളത്തിലെ സമസ്തക്കാരൊക്കെ മുശ്രിക്കുകളാകുന്നു. അങ്ങനെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ശിർക്ക് ചെയ്യുന്നവരെല്ലാം മുശ്രിക്കുകളാണ്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. സമസ്തക്കാരെല്ലാം മുശ്രിക്കാണ് എന്ന് നമുക്ക് അഭിപ്രായമല്ല, അങ്ങനെ പറയേണ്ട കാര്യമല്ല. ശിർക്ക് ചെയ്യുന്നവരെല്ലാം മുശ്രിക്കാണ്, മുജാഹിദായാലും. പ്രശ്നം തീർന്നില്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരും ആരാധിക്കുന്നു. ഇപ്പണി ആര് ചെയ്യുന്നുവോ അവൻ ഒഴുതുറുമ്പിൽ ജഹലുണ്ട് എന്ന് വിശ്വസിച്ചാൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം കൊടുത്താൽ പോലും അവൻ മുസ്ലിം അല്ല. ലാ നഹ്കുമു ബി അന്നഹു മുസ്ലിം, അവൻ മുസ്ലിമാണെന്ന് നമ്മൾ പറയുകയില്ല. അതുകൊണ്ട് തന്നെ കാഫറാണ് എന്ന് പറയുന്നു, പക്ഷേ അവന്റെ രക്തം നമ്മൾ ചിന്തുകയില്ല, അവന്റെ സമ്പത്ത് നമ്മൾ പിടിച്ചെടുക്കുകയില്ല. കാരണം എന്താ?
അവിടെ ഇസ്ലാമിക ഭരണകൂടം വരുന്നതിന് മുമ്പാണ്. ആ കാലത്ത് ദഅവത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ ജഹിലാണ്, ജഹാലത്തിലായതുകൊണ്ട് അവനെ കൊല്ലൂല. എന്നാൽ വിവരം കിട്ടി ഹുജ്ജത്ത് സ്ഥാപിതമായി അതിന് ശേഷമാണെങ്കിലോ ഈ പറഞ്ഞ ഹുക്കുമിൽ മാറ്റമുണ്ടാകും. ലാ യുഖാലു ഇല്ലം യകുൻ കാഫിറൻ ഫഹുവ മുസ്ലിം. വീണ്ടും ആവർത്തിക്കാൻ, അവൻ കാഫിറാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും മുസ്ലിമാണ് എന്ന് നമ്മൾ പറയുകയില്ല. അപ്പൊ എന്തായി, സംഗതി ക്ലിയറായി. ഇപ്പൊ വലിയ തർക്കപ്പോ കേരളത്തില് സലഫികൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിലുള്ളത് ഉദ്റുബിൽ ജഹലുണ്ടോ അല്ലേ? ഉദ്റുബിൽ ജഹലുണ്ട്, അതുകൊണ്ട് ഇവരൊക്കെ മുശ്രിക്കുകളാണോ അല്ലേ? അപ്പൊ എന്തായി, മുശ്രിക് അല്ല എന്ന് സമ്മതിച്ചാൽ പോലും മുസ്ലിങ്ങളെ കൂടെ കൂട്ടാൻ പറ്റൂല. ഇത് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കാന്തപുരത്തെ കാഫറായി പ്രഖ്യാപിച്ച ഒരു പണ്ഡിതനുണ്ട് നമ്മുടെ നാട്ടിലെ. അയാൾ പോലും സമസ്തക്കാരന്റെ ബാക്കിൽ പോയി നമസ്കരിക്കുന്നു, സമസ്തക്കാരന്റെ പള്ളിയിൽ. ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് മുശ്രിക് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ അവന്റെ പിന്നെ എങ്ങനെ ബഹിഷ്കരിക്കുക? മുസ്ലിമാക്കി ഉൾപ്പെടുത്താൻ വകുപ്പുണ്ടെങ്കിലല്ലേ അവന്റെ പിന്നെ ബഹിഷ്കരിക്കൽ, അവന് വേണ്ടി മയ്യിതസ്കരിക്കൽ. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമാകണമെങ്കിൽ നേരത്തെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണത്? ഇയാൾ നേരത്തെ കൊല നടത്തി. ആ കൊല നടത്തിയ ആള് അയാൾ എപ്പോഴാ കൊല നടത്തിയത്? ജഹാലത്തിന്റെ കാലത്ത്, തൗഹീദിന്റെ ദഅവത്ത് നടക്കാത്ത കാലത്ത്. അതായത് ഈത്തപ്പനയെ ആരാധിച്ച അറബികൾ മക്കയിലുണ്ടായിരുന്നു, സൗദി അറേബ്യയിലുണ്ടായിരുന്നു. ഇവിടെ പശുവിനെ ആരാധിക്കുന്ന പോലെ ഈത്തപ്പന, കാരക്ക മരത്തെ ആരാധിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പേര് ചൊല്ലിയ മുസ്ലിമായ ആളുകൾ അന്ന് കൊല നടത്തിയ ആള്. ഇന്നിപ്പോ ഉദ്റുബിൽ ജഹലുണ്ട്, ഉദ്റുബിൽ ജഹലുള്ളവനൊക്കെ മുസ്ലിമാണ് എന്ന് പറയുന്ന വാദപ്രകാരം ഈ കൊന്ന ആളെ എന്ത് ചെയ്യണം? നിങ്ങൾ പറയും ഉത്തരം. ഉദ്റുബിൽ ജഹലുള്ളവനും ആരാണ്? മുസ്ലിമാണ്. അപ്പൊ ആ വാദപ്രകാരം ഈ കൊല നടത്തിയ ആളാരാ? കൊന്നവനാരാ? മുസ്ലിമാണ്. കൊന്നതാരെയാണ്? അതേ ഉദ്റുബിൽ ജഹലുള്ള അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഒരാളെയാണ് കൊന്നത്. അപ്പൊ ഇസ്ലാമിക ഭരണകൂടം വന്നാൽ അവിടെ എന്ത് നടപ്പിലാക്കും? കൊല്ലപ്പെട്ടവന് പകരം ഈ കൊന്നവനെ ഉദ്റുബിൽ ജഹലുള്ള ശിർക്ക് ചെയ്യുന്ന ഇവർ പറയുന്ന മുസ്ലിമായ ആളെ കൊല്ലണം. പക്ഷേ ഇവിടെ ശൈഖ് കൊടുക്കുന്ന മറുപടി എന്താ? അമ്മാ ഹുക്മു ഹാദ ശഖ്സ് ഇദാ ഖുതില തുമ്മ അസ്ലമ ഖാതിലുഹു. എന്നാൽ ഇവിടെ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുണ്ടല്ലോ, എന്നിട്ട് ആ കൊന്ന ആള് പിന്നെ മുസ്ലിമായി. അതായത് മുസ്ലിമായെന്നാണ് ഇവിടെ എന്താ? ഇയാളൊരു കാഫർ, ഒരു ഹിന്ദു മുസ്ലിമാവല്ല, ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ മുസ്ലിമാതിനെ കുറിച്ചല്ല പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലുകയും നമസ്കരിക്കുകയും മറ്റു ഇബാദത്ത് എടുക്കുകയും ഹജ്ജ് ഉംറയും നിർവഹിക്കുകയും എന്നാൽ ഈത്തപ്പനയെ പോലും ഔലിയാക്കന്മാരെയും ആരാധിച്ച ഖബറിനെ പൂജിച്ച കലിമ ചൊല്ലിയെ ശിർക്ക് ചെയ്യുന്ന ഒരുത്തൻ അവനുണ്ടല്ലോ, ആ കൊലയാളി. ഫഇന്നാ ലാ നഹ്കുമു ബിദിയതി ഖാതിലിഹി ഇദാ അസ്ലം. ഈ കൊന്നവൻ കൊല്ലപ്പെട്ടവന്റെ രക്തമൂല്യം ദിയത്ത് കൊടുക്കണം എന്ന് നമ്മൾ പറയുകയില്ല, ഇവനെ കൊല്ലുകയുമില്ല. കാരണം എന്താ? ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ, മുഹമ്മദ് റസൂലുള്ളാഹല്ലേ, ഈമാൻ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഹിഫ്ളാക്കി ചൊല്ലിപ്പടിച്ചിട്ടില്ലേ? ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു എന്ന് പറഞ്ഞ് എണ്ണിപ്പടിച്ച് ചൊല്ലിപ്പടിച്ചിട്ടില്ലേ? അതൊക്കെ അമലാക്കിയിട്ടില്ലേ? അമലാക്കാത്ത ഒരു കാര്യമേ ഉള്ളൂ. അതെന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് അമലാക്കിയിട്ടില്ല. അതും അമലാക്കിയിട്ടുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിട്ടുണ്ട്, അതോടൊപ്പം അല്ലാത്തവരെയും ആരാധിച്ചിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു സംഗതി ഉണ്ട്, അള്ളാഹു അല്ലാത്തവരും ആരാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും നമ്മുടെ നാട്ടിലുള്ള ശിർക്ക് ചെയ്യുന്നവർക്ക് ഉദ്റുബിൽ ജഹലുണ്ട്, അവരെയും മുസ്ലിങ്ങളായി ഗണിക്കണം എന്ന് പറയുന്ന ആളുകളുടെ വാദപ്രകാരം ആ കൊല്ലപ്പെട്ട ആൾക്ക് അയാളുടെ ബ്ലഡ് മണി ഈ കൊന്ന മനുഷ്യൻ കൊടുക്കണം. പക്ഷെ ഇവിടെ ശൈഖ് പറഞ്ഞ മറുപടി കൊടുക്കേണ്ടതില്ല എന്നാണ്. കാരണം എന്താ? ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നിസ്കരിച്ചു, നോമ്പോറ്റ് സക്കാത്ത് കൊടുത്തു, പക്ഷെ അല്ലാത്തവർ ദുആ ചെയ്തു. അതുകൊണ്ട് കൊല്ലപ്പെട്ടവനും മുസ്ലിമല്ല, കൊന്ന കാലത്ത് അവൻ അക്കാലഘട്ടത്തിൽ ഇവനും മുസ്ലിമല്ല. ഇപ്പോഴാണ് മുസ്ലിമായത്. അന്നവൻ കലിമ ചൊല്ലിയ മുശ്രിക്കായിരുന്നു. അതുകൊണ്ട് ജാഹിലിയത്തിൽ കൊന്നതൊക്കെ അൽ ഇസ്ലാമു യഹ്ദിമു മാ ഖബല. ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ദഅവത്ത് വരുന്നതിന് മുമ്പ് കൊന്ന ആളുടെ കുറ്റം അവന്റെ ഇസ്ലാം പൊളിച്ചു കളഞ്ഞു. അന്ന് കൊന്നതിന്റെ പേരിൽ നിനക്ക് ശിക്ഷയില്ല, ദുനിയാവിലുമില്ല, അന്നവിടെ കൊല്ലൂല, ദിയത്തിന് കൊടുക്കേണ്ടതില്ല, നാളെ പരലോകത്തും നിന്നെ അള്ളാഹു ശിക്ഷിക്കൂല. കാരണം എന്താ? അന്നിക്ക് കാഫറാണ്. കാഫറായ കാലത്ത് വേറെ കാഫറിനെ കൊന്നു. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന സൂപ്പർ സെൽഫികൾ അല്ലെങ്കിൽ മഞ്ചേരിക്കാരെന്നോ യജൂരികളെന്നോ ഒക്കെ അറിയപ്പെടുന്ന ആളുകളുടെ വാദപ്രകാരം അന്നോ മുസ്ലിമാണ്, അപ്പൊ ഓനെയും കൊല്ലണം, ദിയത്ത് കൊടുക്കണം, അപ്പം പരലോകത്ത് നരകത്തിലേക്കും. പക്ഷേ കൊല്ലേണ്ടതില്ല. ഇങ്ങനെ നമ്മൾ വിധി പറയാൻ കാരണം കൊന്നവൻ കൊല്ലപ്പെട്ട കാലത്ത് കുഫറിലായിരുന്നു
എന്നാ കരീമല്ലാത്തവെന്ന അല്ല, ലാലത മുഹമ്മദ് റസൂൽ ഈമാൻകാരി ഇസ്ലാംകാരി ഇപ്പൊ ഉണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് ടച്ചൊക്കെ ചെയ്ത്. പക്ഷേ അല്ലാത്തവർ പ്രാർത്ഥിച്ചു, അതുകൊണ്ടോ കാപ്പറായിരുന്നു. ഇതാണ് നമ്മുടെ വിധി. ഇനി ഒരു വേറെ ചോദ്യം എന്താ, ഇതിന്റെ കൂട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ് ഇത്. നമ്മൾ പറയുന്ന വിഷയത്തിന്റെ ഭാഗം തന്നെയാണ്. അന്ന് അയാൾ ചെയ്ത ഹജ്ജ് ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ദഅവത്ത് വന്ന് യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് ആ ഹജ്ജിന്റെ കൂലി കിട്ടുകയില്ല. കാരണം എന്താ, കാഫറായ കാലത്ത് ചെയ്ത ഹജ്ജാണ്. കാഫറായ കാലത്ത് തന്നെ സമസ്തക്കാരനായ കാലത്ത് ചെയ്ത ഹജ്ജാണ്. അങ്ങനെ പറഞ്ഞാൽ വേറെ മനസ്സിലാവും. മക്കയിലെ അറബി സമസ്തക്കാരനായ കാലത്ത് ചെയ്ത ഹജ്ജാണ്. ആ ഹജ്ജിന് കൂലി കിട്ടൂല. അന്ന് ഹജ്ജ് ചെയ്തതിന്റെ പേരിൽ ഹജ്ജിന്റെ ബാധ്യത ഒഴിവാകുമോ? ഇല്ല. ഇപ്പൊ നിനക്ക് ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായി യാത്ര ചെയ്യാനും സൗകര്യമുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും ഹജ്ജ് ചെയ്യണം. അന്ന് ചെയ്ത ഹജ്ജ് പോരാ. മനസ്സിലായോ? ഹജ്ജ് മാറ്റി ചെയ്യണം, നിസ്കാരം മാറ്റി ചെയ്യണ്ട. കാരണം എന്റെ സമയം കഴിഞ്ഞു. മുസ്ലിമാന് ശേഷമുള്ള നിസ്കാരം മതി, നോമ്പത് മതി, സക്കാത്തത് മതി, പണ്ടേതൊന്നും വേണ്ട. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്, ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ചെയ്തതിന് അള്ള കൂലി കൊടുക്കും. എങ്ങനെ? തൗഹീദ് ഉൾക്കൊണ്ടതിന് ശേഷം ശരിയായ മുവഹിദായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ചെയ്ത നന്മക്കും കൂലി ഉണ്ടാവും. മുസ്ലിം ആയതിനു ശേഷം, ശരിയായ വിശ്വാസിയായതിനു ശേഷം തിന്മകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പണ്ട് തിന്മ ഒഴിവാക്കിയതിനും എന്ത് കിട്ടും? കൂലി കിട്ടും. അപ്പൊ മുസ്ലിം ആയതിനു ശേഷം കള്ളുടിച്ചില്ല, മുസ്ലിം ആയതിന് മുമ്പ് കള്ളു കുടിച്ചില്ല എങ്കിൽ അന്ന് കള്ളു കുടിക്കാത്തതിനും മുസ്ലിമാന് ശേഷമുള്ള കൂട്ടത്തിൽ കൂലി കിട്ടും. പണ്ട് കട്ടിട്ടില്ല, മുസ്ലിമാനേശും കട്ടിട്ടില്ല. അപ്പൊ സമസ്തക്കാരനാകുന്നതിന്റെ മുമ്പ് കട്ടിട്ടില്ല, മുസ്ലിമാന് ശേഷവും കട്ടിട്ടില്ല. അപ്പൊ പണ്ട് കക്കാതിരുന്നതിന് കൂലിയുണ്ട്, ഇപ്പം കക്കാതിരിക്കുന്നതിന് കൂലിയുണ്ട്. പണ്ട് നിസ്കാരത്തിൽ നോമ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും. തൗഹീദിന് ശേഷം അതേ കാര്യം നിലനിർത്തുമെങ്കിൽ അതൊരുപാട് ഹദീസുകൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും ഈ പറയുന്ന, ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമാണ്, കള്ളുകുടിക്കുന്നവനെ കുറിച്ച്, കള്ളുകുടിയൻ കക്കുന്നവനെ കുറിച്ച്, കള്ളൻ പലിശ വാങ്ങുന്നവനെ കുറിച്ച്, പലിശക്കാരൻ അഴിമതി നടത്തുന്നവനെ കുറിച്ച്, അഴിമതിക്കാരൻ കൈക്കൂലി വാങ്ങുന്നവനെ കുറിച്ച് കൈക്കൂലിക്കാരൻ എന്ന് പറയുന്നു. എന്നാൽ ശിർക്ക് ചെയ്യുന്നവനെ കുറിച്ച് മുശ്രിക് എന്ന് പറയില്ല. പിന്നെന്താ പറയാ? ശിർക്ക് ചെയ്യുന്നവൻ മുസ്ലിം. മറ്റതൊക്കെ അതേ പേരിൽ അറിയപ്പെടും. ശിർക്ക് ചെയ്യുന്നവൻ എന്താ? മുസ്ലിം. അങ്ങനൊന്നുണ്ടോ? മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസായിത യദൂഹും വയസ്അലുഹും ശഫാഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅൻ. ഒരുത്തൻ അല്ലാഹുവിനും തനിക്കുമിടയിൽ ഒരു മധ്യവർത്തിയെ നിശ്ചയിച്ചു, അല്ലെങ്കിൽ മധ്യവർത്തികളെ, ഇടയാളന്മാർ. യദൂഹും, ഈ ഇടയാളന്മാരോട് ദുആ ചെയ്യുന്നു, വയസ്അലുഹും, അവരോട് ശഫാഅത്തിനെ ചോദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ പറയണേ, ബദരീകളെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ശുപാർശ പറയണേ, നിങ്ങൾ നമ്മുടെ കാര്യക്ക് അള്ളാഹിനോട് പറയണേ എന്ന് പറയുന്ന അള്ളാഹുവിനും സൃഷ്ടികൾക്കുമിടയിൽ ഇടയാളന്മാരെ സൃഷ്ടിക്കുകയും വയതവക്കലു അലൈഹിം, അവരിൽ തവക്കലാക്കുകയും ചെയ്യുന്ന ആളുകൾ കഫറ ഇജ്മാഅൻ, ഏകകണ്ഠമായി കാഫറായിരിക്കുന്നു. ഇതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മക്കയിലെ അറബികൾ അവര് പറഞ്ഞ എന്താ? വദ് സുവാഴി യൗഖ് നസ്ർ നൂഹ് നബിന്റെ കാലത്ത്, ലാത്ത ഉസ്സ മനാത്ത, ഇതൊന്നും വെറും കല്ലായിരുന്നില്ല, മരമായിരുന്നില്ല, കള്ളന്മാരായിരുന്നില്ല, ബുദ്ധി പോയ സിഎം മണപൂരിനെ പോലെ ഭ്രാന്തനായിരുന്നില്ല, നമസ്കരിക്കാതെ 10 കൊല്ലക്കാലം പീടികപ്പുറത്ത് കേറി താമസിച്ച ആളായിരുന്നില്ല. കോഴിക്കോട് കുറ്റിച്ചാൽ പീടിയന്റെ മുകളിൽ താമസിച്ചു 10 കൊല്ലത്തോളം ഭ്രാന്തായിട്ടാര് സിഎം ബോക്കർ, ചിറ്റടിമേത്തൽ അബൂബക്കർ. അങ്ങനത്തെ ആളുകളായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരന് ഔലിയാകാൻ യാതൊരു യോഗ്യതയും വേണ്ട. എന്ത് മതി? ഒരു പച്ച പുതക്കുക, ഭ്രാന്താവുക, മുറുക്കിത്തുപ്പിയവനെ പോലെ 2 ഭാഗത്തുകൂടി കേലയൊലിക്കുക, നീണ്ട താടിയും അതോടൊപ്പം നീണ്ട മീശയും ഉണ്ടാവുക, എണ്ണ തേക്കുകയോ മുടി ചീകുകയോ ചീർപ്പ് കാണുകയോ ബാർബർ തൊടുകയോ ചെയ്യാത്ത ജടകുത്തിയ മുടിയുണ്ടാവുക, ശരീരത്തിൽ ചളി കട്ടപിടിക്കുക, ചളി ഉള്ളിൽ നിറഞ്ഞ കൂർത്ത നഖങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഔലിയാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ ഇതിലൊക്കെ ഏറെ മെച്ചമാണ്. ക്രിസ്ത്യാനികൾ ഒരാളെ വാഴ്ത്തപ്പെട്ടവളായോ വാഴ്ത്തപ്പെട്ടവനായോ പ്രഖ്യാപിക്കണമെങ്കിൽ അയാൾ ജീവിച്ച നാട്ടിൽ, ജോലി ചെയ്ത സഭയിൽ, ജീവിച്ച മഠത്തിൽ എവിടെയാണോ അവിടെ മുതൽ അതിന്റെ അടുത്ത മേലെ നമ്മളെ മഹല്ല് എന്ന് പറയുന്ന പോലെ അവരുടെ ചർച്ചുമായി ബന്ധപ്പെട്ട, നമ്മളെ മഹല്ല് പോലെ തന്നെയാണ് അവരുടെ മഹല്ല് സംവിധാനം. അത് അതിന്റെ മേലെ രൂപത, അത് കഴിഞ്ഞിട്ട് ബിഷപ്പുമാര്, അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ പോയിട്ട് പോപ്പ് തലം വരെ, അതായത് യൂണിറ്റിൽ തുടങ്ങി അന്താരാഷ്ട്ര തലം വരെ പരിശോധിച്ച് ഇയാൾ യോഗ്യനാണ്, കുഴപ്പക്കാരനല്ല, ഇയാളിലൂടെ ഇന്നാലിന്ന കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ പറയുന്ന സമിതികളൊക്കെ അംഗീകരിച്ചാലേ ഒരാൾ വാഴ്ത്തപ്പെട്ടവനാവുകയുള്ളൂ. ഇപ്പൊ തെരേസ
തെരേസ മദർ തെരേസയായി വാഴ്ത്തപ്പെട്ടവളായത് ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതല്ല, ബംഗാളിലെ ക്രിസ്ത്യാനികൾ പ്രഖ്യാപിച്ചതല്ല. ഈ താഴെ തലം തൊട്ട് പോപ്പ് വരെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് തെരേസയെ മദറായി, അമ്മയായി പ്രഖ്യാപിച്ചത്. നമ്മുടെ നാട്ടിൽ നിന്ന് അടുത്തൊരാളെ പ്രഖ്യാപിച്ചു, അതൊക്കെ അങ്ങനെ പോയിട്ടാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ കുബൂരികൾക്ക് ഒരാൾ ഇടയാളനാകാൻ ഒരു യോഗ്യതയും വേണ്ട. സ്കരിക്കേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല, ഹജ്ജ് ചെയ്യേണ്ടതില്ല, തുണി ഉടുക്കേണ്ടതില്ല, ഇതൊന്നും വേണ്ട. ഭ്രാന്തനായാൽ മതി. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഭ്രാന്തുണ്ടായാൽ അയാൾ എന്തായി? ഇങ്ങനെ ഒരു വലിയ ലോകത്തോടെങ്കിലും ആരുണ്ടായിട്ടുണ്ടോ? മക്കയിലെ മുശ്രിക്കുകൾ പോലും ഈ ജാതി ഭ്രാന്തന്മാരെയോ തമ്മാടികളെയോ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് പറഞ്ഞില്ല. ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ പറയുന്നത് ഔലിയ സ്വാലിഹൂൻ ആണ്. ആ കാലഘട്ടത്തിൽ നല്ല നല്ല മനുഷ്യന്മാരായി വദ്ദു സുവായി യഊദ് യഊഖ് നസ്ർ ഇവരൊക്കെ ആ കാലഘട്ട നൂഹ് നബിയുടെ ജനതയിലെ, ആ ജനതയിൽ എന്ന് പറഞ്ഞത് ഉള്ളിലാണോ അപ്പുറത്താണോ എന്നൊരു തർക്കമുണ്ട്. തർക്കമല്ല, ഇബ്നു അബ്ബാസിന്റെ വാക്കത് ശരിയല്ല. നൂഹ് നബിന്റെ മുമ്പുണ്ടായിരുന്ന ആളുകളാണ് എന്നാണ് ശൈഖ് ഹുസൈമിനെ പോലുള്ള ആളുകൾ വിശദീകരിച്ചത്. നൂഹ് നബിന്റെ മുമ്പ് ജീവിച്ച സ്വാലിഹീങ്ങൾ, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർ, നല്ല നല്ല മനുഷ്യന്മാർ. അപ്പോ സമസ്തക്കാരൊഴിച്ച് ഔലിയാക്കന്മാരായി ഇടയാളന്മാരായി സ്വീകരിക്കപ്പെടുന്ന ആളുകളൊക്കെ നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു. ഇന്നത്തെ സമസ്തക്കാരെ പോലുള്ള നമ്മുടെ നാട്ടിൽ ഇക്കാലഘട്ടത്തിലെ മുശ്രിക്കുകളെക്കാൾ തീവ്രത കുറഞ്ഞവരും നല്ലവരുമായിരുന്നു ആര്? മക്കയിലെ മുശ്രിക്കുകൾ എന്ന് എല്ലാ സലഫി ഉലമാക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനവർ കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാരണം ഇതാ, എന്ത്? അവർ ഭ്രാന്തന്മാരെ അല്ല ആരാധിച്ചത്, പിന്നെ ആരാ? നല്ല വെളിവുള്ള, ബുദ്ധിയുള്ള, മര്യാദക്ക് ജീവിച്ച സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരാണ് ഇടയാളന്മാരാക്കിയത്. അതിൽ ഏറെ പിറകിൽ ഉള്ള ആളുകളാണ് നമ്മുടെ സമസ്തക്കാർ. ഞാൻ തുണിയെടുക്കാത്ത ഔലിയാന്ന് വെറുതെ പറഞ്ഞല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാവൂരേക്ക് പോകുമ്പോ ആ റഹ്മാനിയ സ്കൂളൊക്കെ അല്ലേ, ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ, ആ റഹ്മാനിയ കഴിഞ്ഞിട്ട് എന്താണ് വെള്ള എന്താ സ്ഥലത്തെ പേര്, അതിന്റെ അടുത്തങ്ങാടി ആ ഒരു വലിയ ഇറക്കുണ്ട്. റഹ്മാനിയായി ബദിരമൂഖ വിദ്യാലയമുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇറക്കിറങ്ങുമ്പോൾ ഒരു മരത്തിന്റെ ഒരു കൂട് കാണാം. പോലീസ് ഹെഡ് പോസ്റ്റ് പോലെ ഇങ്ങനെ വട്ടത്തിൽ ട്രാഫിക് ജംഗ്ഷനിൽ ഉണ്ടാകുന്ന റൗണ്ടിൽ ഒരു കൂടുണ്ട്. അവിടെ താമസിച്ച ഒരു ഔലിയപ്പാപ്പുണ്ട്. ഇയാൾ ശരീരത്തിൽ ഒരു നൂല് പോലും ധരിക്കാത്തവനാണ്. ഞാൻ അയാളെ കണ്ണിൽ നേർക്കുന്നതിനെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ചിരിക്കുന്നത് തുണിയെടുക്കാത്ത ഔലിയെന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം മെഡിക്കൽ കോളേജിനെത്തുണ്ടാവും ചില ഭാഗത്ത്. ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു രോഗിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അതിന്റെ അടുത്തുള്ള ആ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പൊ ആ നിസ്കരിക്കാൻ പോയപ്പോ ഈ മനുഷ്യന്റെ അവിടെ നിൽക്കുന്നു. ഒരു നൂലും അയാൾ, ഞാൻ ഏത് ഭ്രാന്തനായിക്കോ, ഇത് വല്ല ഭ്രാന്തനായിക്കോ, ഞാൻ സങ്കടപ്പെട്ടു. ഒരു മനുഷ്യൻ ഇക്കോലത്തിലായല്ലോ, അള്ളാഹ് ബുദ്ധി പോയി പോയത് കൊണ്ടല്ലേ. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഈ പറയുന്ന ആ റഹ്മാനിയ സ്കൂൾ കഴിഞ്ഞ ഇറക്കത്തിലുള്ള എന്തോ ഒരു പേരുണ്ടായിരുന്നു, ആ ഔലിയപ്പാപ്പയാണ്. ഒരു നൂലേക്കുള്ള താടിയൊക്കെ ചടകുത്തി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു തുണിയൊക്കെ ഒന്നുമെടുത്ത് ഒലിച്ചു പോകുന്ന വെള്ളം അയാൾ മുക്കി കുടിക്കുന്നു. ഇയാൾ ഔലിയാണ്. അപ്പൊ ഈ ജാതി ഭ്രാന്തന്മാരെ മധ്യവർത്തികളാക്കി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇങ്ങനെ ആരെങ്കിലും സ്വീകരിച്ചാൽ കഫറ, അവനാരായി? കാഫറായി. ഇനി മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത കാഫിരീങ്ങളാവും. കാരണം എന്താ? അവർ ഔലിയാക്കന്മാരെയാണ് ഇടയാളന്മാരാക്കിയത്, ഇവർ ഭ്രാന്തന്മാരെയാണ് ഇടയാളന്മാരാക്കിയത്. സി എം അടവൂർ നിസ്കരിച്ചിട്ടില്ല, ഓലിനെ കിതാബ് എഴുതി നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, നോമ്പ് വിൽക്കാറുണ്ടായിരുന്നില്ല, നോമ്പ് നോറ്റവനെ ചായ കുടിപ്പിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പോര് ചെയ്തതാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ശേഷ് സാലിഹ് അൽ ഫൗസാൻ പറയുന്നുണ്ട്, ഇത് ആമായ ഒരു വാക്കാണ്. ശിർക്ക് ചെയ്തവനൊക്കെ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അത് ആമായ ഒരു വിധിയാണ്. അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇടയാളന്മാരെ സ്വീകരിക്കുക, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർ നേർച്ചയാക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിന്റെ താഴെ പറയുന്ന വേറെ കാര്യങ്ങൾ. അപ്പോ ആദ്യം പറഞ്ഞ തന്നെ മനസ്സിലാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉദ്റുബിൽ ജഹിൽ, ഇത് ഒന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അത് അല്പം കൂടി വിശദീകരിച്ചത്. അപ്പോ ആ പ്രശ്നം, ഇതിന്റെ പേരിൽ ഇനി ആരും സലഫിയത്തിൽ നിന്ന് പുറത്താണ്, അവർ സലഫിയത്തിലേ അല്ല, അവരുടേത് വായിക്കാൻ പറ്റൂല, അവരുടേത് കേൾക്കാൻ പറ്റൂല എന്നൊക്കെ ഫത്വ ഉറപ്പിക്കുന്ന ആളുകൾ, ഈ ആളുകളെ മുസ്ലിങ്ങളാക്കുക വഴി തൗഹീദുള്ള മനുഷ്യന്മാരെ മൻഹജിൽ നിന്നും അഖീദയിൽ നിന്നും പുറത്താക്കുന്നത് കൊണ്ട് പുറത്താക്കിയവരാരോ അവരാണ് വഴികേടിലായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശിർക്ക് ചെയ്യാത്ത ഒരുത്തനെതിരിൽ, കുഫറില്ലാത്ത ഒരുത്തനെതിരിൽ കുഫർ ആരോപിച്ചാൽ രണ്ടാൽ ഒരാൾ അതുമായി മടങ്ങുന്നതാണ്. തൗഹീദുള്ളവരാണെങ്കിൽ ഓൻ ശിർക്കായിട്ട് മടങ്ങേണ്ടതില്ല. ശിർക്കില്ലാത്ത തൗഹീദുള്ള ആളുകൾക്കെതിരിൽ ശിർക്കും അഖീദയിലും മനസ്സിലൊക്കെ പിഴവാരോപിച്ചാൽ അവർക്കതില്ലെങ്കിൽ പിന്നെ അതുമായിട്ട് പോവുകയാരാ? ആരോപിച്ചവരാണ്. ഇത് നബിയുടെ ഹദീസാണ്. അപ്പൊ നമുക്കത് അവരിലേക്കും അവരുടെ കാര്യം അള്ളാഹുവിലേക്കും വിടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകപ്പെടുന്ന, ആ തൗഫീഖ് എന്ന് പറഞ്ഞാൽ പേരിലുണ്ടായ പോലെ തൗഫീഖ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖലാ ഖദർ നമ്മുടെ ജീവിതവുമായി ഒത്തുവരിക എന്നല്ലാണ്. നമ്മുടെ ഹൈറായ നല്ല മാർഗത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് കാര്യമല്ല, നമ്മുടെ ആഗ്രഹത്തോട് അള്ളാഹുവിന്റെ ഖലാവും ഖദറും ഒത്തുവരണം. അതാണ് തൗഫീഖ്, യോജിപ്പിക്കലാണ്. ആ യോജിപ്പ് തൗഹീദും ശിർക്കും മനസ്സിലാക്കുവാനും അത് പറയുവാനും പ്രചരിപ്പിക്കുവാനും അതിനുവേണ്ടി ആര് എന്ത് വെറുപ്പ് പ്രചരിപ്പിച്ചാലും ശരി